ഹായ് ഗൈസ്, അപ്പോൾ ജെഇ മെയിൻസിൻ്റെ ജാനുവരി സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫിസിക്സിൻ്റെ ആംഗിളിലൂടെ നമ്മളുടെ ഈ ഒരു ജാനുവരി സെഷൻ അനലൈസ് ചെയ്യും. നെക്സ്റ്റ് ഫേസ് 2 നമ്മുടെ ഏപ്രിൽ സെഷനിലേക്കുള്ള കുറച്ച് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. സോ എൻ്റെ കൂടെ ഉള്ളത് ഷിനാസ് സാറാണ്. സാറേ, അപ്പോൾ നമുക്ക് മൊത്തം സെഷൻസ് കംപ്ലീറ്റ് ആയി. മൊത്തത്തിലുള്ള ജെഇ മെയിൻസിൻ്റെ ഒരു അനാലിസിസ് മൊത്തത്തില് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏകദേശം ജാനുവരി സെഷൻ ഫിസിക്സ് റിലേറ്റീവ്ലി ഈസി ആയിട്ടാണ് തോന്നുന്നത്. സോ ഒരു അറൗണ്ട് ഒരു 25 ക്വസ്റ്റ്യൻസിൽ അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻസും ആൾമോസ്റ്റ് എല്ലാ സെഷൻസിലും ഡയറക്റ്റ് ആയിരുന്നു. അറൗണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ കുറച്ചൊരു മുമ്പുണ്ടായിരുന്ന ഒരു ജെഇ മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ലെവൽ ഒരു 19 ആ റേഞ്ച് പ്രീ കൊറോണ റേഞ്ചിലോട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടുള്ളൂ. അതിലും അന്നത്തെ ഒരു മോഡറേറ്റ് ടൈപ്പ് ആണ് ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. പിന്നെ കഴിഞ്ഞ എന്താണ് പറയാ 28 ആണെന്ന് തോന്നുന്നു, 28 ഫിസിക്സ് കുറച്ചൊന്ന് ടഫായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. അതിലും കുറെ ചെയ്യാവുന്ന അറൌണ്ട് 15 എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സെഷൻസുമായിട്ട് റിലേറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സിന്റെ കേസിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ജെഇയിൽ കാര്യമായിട്ട് എന്തെങ്കിലും പാറ്റേണിൽ കാര്യമായി ചേഞ്ച് വന്നിട്ടുണ്ടോ? പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ആർ മോർ ഡയറക്റ്റ് ദിസ് ഇയർ. പിന്നെ പാറ്റേണിൽ പിന്നെ കുറച്ച് എന്താ പറയാ, മുമ്പ് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കറക്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഒരു റീസൺ ആണോ അല്ലേ എന്നുള്ള അസേഷൻ റീസൺ അല്ലാതെ 2 കറക്റ്റ് മാത്രം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ വർഷം കണ്ടിട്ടുണ്ട്. എല്ലാ സെഷനിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാത്തിലും മുമ്പൊരു കാണാത്ത നീറ്റിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെയുള്ളൂ. ക്വസ്റ്റ്യൻസ് കുറച്ച് ഡയറക്റ്റ് ആയി എന്നാണ് ഓവറോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ്. പിന്നെ ലെങ്ത് ആ ഒരു പ്രശ്നം ഫിസിക്സിൽ കാര്യമായി വന്നു. ഫിസിക്സിൽ വളരെ കുറവാണ്. കൺസെപ്ച്വലി കുറച്ചൊന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ട ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതർവൈസ് ക്വസ്റ്റ്യൻസ് ആർ മോർ ഡയറക്റ്റ്. ഡയറക്റ്റ് തന്നെ ആയിരുന്നു ഓൾമോസ്റ്റ്. ചില സെഷൻസിലൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ 100% അടിക്കാനുള്ള ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരു ജെഇ ലെവൽ പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ള ആൾക്ക് എന്താണ് പറയാം അബൌട്ട് 20 ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ചില ടൈപ്പ് സെഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും 28 ആണ് ആകെ കാര്യത്തിലൊരു പ്രശ്നം വന്നത്. അതിലൊരു 15 to 20 ഒക്കെ ആണെങ്കിലും ടൈമിന്റെ പകരം മാത്സ് ഒക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ ഈ ഒരു ഫേസിൽ ഇനിയിപ്പോ നമുക്ക് ഏപ്രിൽ സെഷനിലേക്ക് ഓൾമോസ്റ്റ് 2 months ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇനിയിപ്പോ ഫേസ് 1 എഴുതിയൊരു കുട്ടീന്റെ ഇനി പ്രിപ്പറേഷൻ എന്താ മാറ്റം വേണ്ടത്? പ്രിപ്പറേഷനിൽ മാറ്റം എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ പലരും പല സ്റ്റേജിലായിരിക്കും. ഇപ്പം പലരും +2 കൂടെ കൊണ്ടുപോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഫേസ് 1 മുന്നേ തന്നെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ കവർ ചെയ്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ദേ ഷുഡ് ഫോക്കസ് ഓൺ മോർ ഓൺ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യുക. അതേപോലെ ഏറ്റവും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ തിയറി വായിച്ച് അധികം സമയം കളയാതെ ഡയറക്റ്റ് പ്രോബ്ലംസിലോട്ട് പോവുക. അതേപോലെ എന്താ പറയാ PYQs പരമാവധി ചെയ്യുക. ഇനി അതും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ എക്സ്ട്രാ പ്രോബ്ലംസും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. ചില ചാപ്റ്റേഴ്സ് എന്താ പറയാ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ തീരെ തൊട്ടിട്ടുണ്ടാവില്ല, അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർ മിസ്സായി പോയ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. കാരണം എത്ര പറഞ്ഞാലും ചില ചാപ്റ്റേഴ്സിന് കുറെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്താ പറയാ എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയാണ് നമ്മളിപ്പോ ഫേസ് 1 കണ്ടത്. ഇനിയിപ്പോ ഫേസ് 2 കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൽട്ടി ലെവൽ കൂടും. പക്ഷെ നമുക്ക് 2 മാസം സമയമുണ്ട്. ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു NCERT ലെവലിലെങ്കിലും ആ ചാപ്റ്റർ കവർ ചെയ്ത് വെക്കുന്നത് അടുത്ത സെഷനിലോട്ട്. NCERTന്റെ ഇമ്പോർട്ടൻസ് കെമിസ്ട്രി കേസിലൊക്കെ ഫാക്കൽറ്റീസ് എല്ലാം പറഞ്ഞു. ഫിസിക്സിന്റെ കേസിൽ NCERTന്റെ ഇമ്പോർട്ടൻസ്, ഫിസിക്സിന്റെ കേസിൽ ഒരു പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം NCERTയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്തവരോ കോച്ചിങ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് എന്തായാലും NCERT റീഡ് ചെയ്യേണ്ടത് എന്തായാലും മസ്റ്റ് ആണ്. അപ്പൊ NCERTന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുപോയത്. കെമിസ്ട്രിയുടെ കേസിൽ അത് ഫാക്കൽറ്റീസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിന്റെ കേസിലും സാർ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഫേസിലെങ്കിലും എന്തായാലും അത് വായിച്ചിരിക്കണം. ഇനി ഫേസ് 1 ഒന്നും അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഇനി ഫേസ് 2 മാത്രം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതായത് ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 0 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 0 എന്നല്ല, പക്ഷെ ഒരു ആദ്യമായിട്ടൊരു ജെഇ ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഇനിയിപ്പോ എന്താ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക?
അവര് കുറച്ചും കൂടി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാനുള്ള ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ബോർഡ് എക്സാം ഉള്ളവരുണ്ടാവും. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പരമാവധി ആ ചാപ്റ്റർ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് പ്രോബ്ലംസ് പ്രീവൈക്യൂസ് ഒക്കെ ചെയ്ത് പോവുക. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞൊരു 2 വർഷത്തെ PYQs എങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. കഴിഞ്ഞ 2 വർഷത്തെ PYQs അറ്റംപ്റ്റ് നമ്മളിപ്പോൾ ലൈവിലൊക്കെ ചെയ്ത് ലാസ്റ്റ് അവസാനത്തെ ലൈവിലൊക്കെ 2 വർഷത്തെ PYQs ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. മുമ്പത്തെ ലൈവിൽ അതിന് മുന്നോട്ടെടുത്തായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തെ എന്താണ് പറയാ PYQs കവർ ചെയ്താൽ തന്നെ ആൾമോസ്റ്റ് എന്താ പറയാ ആൾമോസ്റ്റ് എല്ലാ തിയറി പോർഷനും കഴിഞ്ഞ 2 വർഷം തന്നെ. കാരണം അത്രയും എക്സാംസ് നടത്തുന്നുണ്ട്, അത്രയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000-നടുത്ത് ഫിസിക്സ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഡിലീറ്റഡ് ടോപ്പിക്സ് അങ്ങനെ എന്തെങ്കിലും ഫിസിക്സ് കാര്യമായിട്ടൊരു ഡിലീറ്റഡ് ടോപ്പിക്സ് അതായത് ഇപ്പൊ സിലബസിൽ ഇപ്പൊ NCERT ഒഴിവാക്കിയ ചില ഏരിയ NCERT അതേപോലെ സിലബസിൽ പറയാത്ത കുറച്ച് ഏരിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിലീറ്റഡ് എന്ന് പറയാൻ മാത്രമല്ല, പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ റോളിംഗ് മോഷൻ സിലബസിൽ നമ്മൾ സാധാരണ പറയാറില്ല, പക്ഷെ റോളിംഗ് മോഷൻ കഴിഞ്ഞ വർഷവും വന്നതുകൊണ്ട് ആൾമോസ്റ്റ് എല്ലാവരും അത് പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം പിന്നെ അതേപോലെ റേഡിയോ ആക്ടിവിറ്റി 1-2 ക്വസ്റ്റ്യൻസ് കണ്ടു. റേഡിയോ ആക്റ്റീവ് DK അതും NCERT ഡിലീറ്റ് ആക്കി. പിന്നെ സിലബസിൽ ഇപ്പൊ റോളിംഗ് മോഷൻ വേണമെങ്കിൽ പറയാം, ട്രാൻസ്ലേഷനും റൊട്ടേഷനും നമ്മൾ മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ കോമ്പിനേഷൻ ആണെന്ന് പറയാം. പക്ഷെ റേഡിയോ ആക്ടിവിറ്റി തീരെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ റേഡിയോ ആക്റ്റീവ് DK ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1-2 സെഷൻസിൽ. എല്ലാ വർഷവും ഈ പരിപാടി തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കേസിലാണെങ്കിലും പക്ഷെ നമ്മളെ സ്ഥിരമായി പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ ആൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് നല്ല രീതിയിൽ JEE1 phase 1 എഴുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ എന്തായാലും അഡ്വാൻസിനും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോ ഡിലീറ്റഡ് പോർഷൻസ് ആയിട്ടുള്ള പോർഷൻസ് അവർക്ക് പഠിക്കേണ്ടി വരും. പിന്നെ എക്സ്പെരിമെന്റൽ കേസ് പിന്നെ ഫിസിക്സിൽ വെർനിയറും സ്ക്രൂ ഗേജ് ഒക്കെ ഓൾറെഡി ഇതിന്റെ പാർട്ടാണ്. പിന്നെ എക്സ്പെരിമെന്റൽ എന്നില്ല, എക്സ്പെരിമെന്റൽ ആൾമോസ്റ്റ് എല്ലാം ചാപ്റ്ററിന്റെ തിയറിയുടെ കൂടെ പറയുന്ന സംഗതികളാണ്, ഓൾമോസ്റ്റ് അതിന്റെ പാർട്ടാണ്. പിന്നെ അതിന്റെ ഒരു എറർ പോർഷൻ മാത്രം എക്സ്പെരിമെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാര്യമായിട്ട് അല്ല ഒരു ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ വർഷത്തെ ഒരു സെഷൻ പോലെ തന്നെയാണ് തോന്നുന്നത്. പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെഷൻ 2 ചെയ്യാം. അപ്പോൾ സെഷൻ 2ക്ക് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ആക്കാന്ന് പറഞ്ഞിട്ട് ഒരു വെബിനാർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു February 4th പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്ക്ലൂസീവ് വെബിനാർ ആയിരിക്കും. അത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതേപോലെ എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇതേപോലെയുള്ള എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് എക്സ്പേർട്സ് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ഈ ഒരു വെബിനാർ മിസ് ഔട്ട് ചെയ്യരുത്. February 4th താഴെ ലിങ്ക് ഉണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് ഇതേപോലെ ബാക്കി അനാലിസും പിന്നെ ഓരോ ചാപ്റ്റർ ഓരോ സെഷനിലെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ നമുക്ക് അനാലിസ് ഒക്കെ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ അത് ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും.